ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ ഇത് നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് ടേംസ് എന്ന് പറയുന്ന ഏരിയയിലെ 4ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് വീണ്ടും നമ്മൾ 4 പുതിയ പദങ്ങൾ പരിചയപ്പെടാൻ ശ്രമിക്കുകയാണ്. പുതിയ 4 ടേംസ്. ഇതിലാദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്ന ടേം എന്ന് പറയുന്നത് ഗെയിനാണ്. ഗെയിനിൻ്റെ മലയാള അർത്ഥം നേട്ടം എന്നാണ്. ഗെയിൻ എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ ഈ പദങ്ങളെല്ലാം പഠിക്കുന്നത് ബിസിനസ് മേഖലയിൽ അതിലെ അർത്ഥമാണ് അല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നേട്ടം, ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടം എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഗെയിൻ എന്ന് പറയുന്നത്? പ്രോഫിറ്റ്, അത് ലാഭമാണ്. ദാറ്റ് അറൈസസ് ഫ്രം ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ്. ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻസിഡൻ്റൽസ് ടു ബിസിനസ്, ബിസിനസ്സിന് അനുബന്ധമായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ യാദൃശ്ചികമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇടപാടുകൾ, അതിലൂടെ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ, പ്രോഫിറ്റ് ദാറ്റ് അറൈസസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പം ഇത്തരം സംഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ട്രാൻസാക്ഷനിലൂടെ, ഇടപാടിലൂടെ ഒരു ബിസിനസ്സിന് ലാഭമുണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഗെയിൻ. എത്തരം സംഭവങ്ങളിൽ? ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനമല്ല, ബിസിനസ്സിൽ യാദൃശ്ചികമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ, അപൂർവമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ, അനുബന്ധമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ, അതിലൂടെ ബിസിനസ്സിന് വല്ല ലാഭവും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗെയിൻ എന്ന് പറയും. അപ്പോൾ യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ അനുബന്ധമായിട്ടുണ്ടാകുന്ന പ്രവർത്തനം എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾക്കറിയണം അല്ലേ. എന്നാലേ അതല്ലാത്ത എന്തെങ്കിലും പ്രവർത്തനത്തിലൂടെ ലാഭം ഉണ്ടായാൽ അത് ഗെയിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, എന്താണ് ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? ബിസിനസ് റവന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. വരുമാനം എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്? സെയിൽസിലൂടെ വരുമാനം ഉണ്ടാക്കാം, കമ്മീഷൻ, ഇൻട്രസ്റ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഏതാണ്? യെസ്, സെയിൽസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഏതൊരു ബിസിനസ് സ്ഥാപനം എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളതാണ്? സെയിൽസ് എന്ന റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ യാദൃശ്ചികമായിട്ട് വല്ല സംഭവങ്ങളും ഇടപാടുകളൊക്കെ ഉണ്ടായിട്ട്, അപ്രതീക്ഷിതമായിട്ട് വല്ല സംഭവങ്ങളും ഇടപാടുകളൊക്കെ ഉണ്ടായിട്ട് അതിലൂടെ ലാഭം ലഭിക്കുകയാണെങ്കിൽ അതിന് നമ്മളെന്ത് പറയുന്നു? ഗെയിൻ എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബിസിനസ് ഒരു ഫിക്സഡ് അസറ്റ് മേടിച്ചു, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിച്ചു എന്ന് കരുതാം. 10 ലക്ഷം രൂപക്കാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിച്ചത്. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഭൂമിയും കെട്ടിടവും, അതാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അതിൻ്റെ വില വർദ്ധിച്ചു എന്ന് കരുതാം. 10 ലക്ഷം രൂപ വിലയ്ക്ക് നമ്മൾ മേടിച്ച ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ വില 15 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ 5 ലക്ഷം രൂപയുടെ നേട്ടമുണ്ടായി ബിസിനസ്സിന് അല്ലേ. ഓക്കെ, അപ്പോൾ അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഇതിനൊരു ഉദാഹരണമാണ്. നമ്മൾ മേടിച്ച അസറ്റിൻ്റെ വാല്യൂ യാദൃശ്ചികമായിട്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വർദ്ധിക്കുക, അതെന്താണ്? നേട്ടമാണ്. അതിന് വേണ്ടിയിട്ടല്ല ആ ബിസിനസ് ആ അസറ്റ് മേടിച്ചല്ലോ, ബിസിനസ്സിൽ ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ച അസറ്റ് ആയിരിക്കും അല്ലേ. പക്ഷേ അസറ്റിൻ്റെ വാല്യൂ വർദ്ധിച്ചു, അങ്ങനെ ബിസിനസ്സിന് അപ്രതീക്ഷിതമായിട്ട് ലാഭമുണ്ടായി. അപ്പോൾ അതിനെ നമ്മളെന്ത് പറയുന്നു? ഗെയിൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ബിസിനസ്സിൽ ഫിക്സഡ് അസറ്റ് മേടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥിരമായിട്ട് ഉപയോഗിക്കാനാണ് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മിഷനറി, ബിസിനസ് പുതുതായിട്ടൊരു മിഷനറി മേടിച്ചു. പുതിയൊരു മിഷനറി മേടിച്ചപ്പോൾ പഴയ മിഷനറി അതിന് ആവശ്യമില്ല എന്ന് കരുതി അത് വിറ്റു അല്ലേ. പുതിയ മെഷീൻ മേടിച്ചപ്പോൾ പഴയത് വിറ്റു. അങ്ങനെ വിറ്റപ്പോൾ, പഴയ മെഷീൻ വിറ്റപ്പോൾ ബിസിനസ്സിന് ലാഭം കിട്ടിയെന്ന് കരുതാം. മെഷീൻ ഒരിക്കലും ബിസിനസ് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനമല്ല അല്ലേ, ആ ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനമല്ല. അപ്പം അങ്ങനെ ഫിക്സഡ് അസറ്റ് യാദൃശ്ചികമായിട്ട് വിൽക്കുകയും അതിലൂടെ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അതും നേട്ടമാണ്. കാരണം അത് ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനമല്ല അല്ലേ. അതുപോലെ തന്നെ കോർട്ടിൽ ഒരു കേസ് നടക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട്
കോർട്ടിലെ കേസ് നമ്മൾ വിജയിക്കുകയും അതിലൂടെ നമുക്ക് വല്ല ലാഭം ഉണ്ടാകുകയാണെങ്കിൽ അതിനെയും നമുക്ക് എന്ത് പറയാം, ഗെയിൻ എന്ന് പറയാം. അപ്പോൾ ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളല്ലാതെ അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് വല്ല ലാഭവും ലഭിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, ഗെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഗെയിൻ വളരെ അപൂർവമായിട്ടാണ് ബിസിനസ്സിലുണ്ടാവുക. എപ്പോഴും ഉണ്ടാകുന്നതാണോ? യാദൃശ്ചികമായിട്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അപൂർവമായിട്ടുണ്ടാകുന്ന പ്രോഫിറ്റാണ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രോഫിറ്റിന് നമ്മളെന്ത് പറയുന്നു, ഗെയിൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു 1-2 ഉദാഹരണങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓർക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണം എന്ന് പറയുന്നത് അസറ്റിൻ്റെ വാല്യൂയിലുള്ള വർധനയാണ്, അല്ലേ? അല്ലെങ്കിൽ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം, ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് വൗച്ചറാണ്. വൗച്ചർ എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ അതിൻ്റെ എക്സാക്റ്റ് മീനിങ് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. എന്തിനാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് വൗച്ചർ. ഡോക്യുമെൻ്ററി എവിഡൻസ്, ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ പ്രമാണം അല്ലെങ്കിൽ രേഖ, തെളിവായിട്ടുള്ള രേഖ. എവിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? തെളിവ്, അല്ലേ? എന്തിന് തെളിവായിട്ടുള്ള? ട്രാൻസാക്ഷൻ, ബിസിനസ്സിലെ ട്രാൻസാക്ഷന് തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രേഖകളെ നമ്മൾ വൗച്ചർ എന്ന് പറയും. ഇന്ന ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നതിന് തെളിവായിട്ട് ഇന്ന രേഖ എന്ന് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? വൗച്ചർ എന്ന് പറയുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണത്തിലൂടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾ സ്കൂളിൽ ഫീസ് അടച്ചു, അല്ലേ? ക്യാഷ് സ്കൂളിലേക്ക് കൊടുത്തു. ഒരു ട്രാൻസാക്ഷൻ ആണല്ലോ, സാമ്പത്തിക ഇടപാടാണല്ലോ. ഓക്കെ, അപ്പോൾ ആ സാമ്പത്തിക ഇടപാടിന് തെളിവായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് റെസിപ്റ്റ് ലഭിച്ചു, അല്ലേ? ഫീസിൻ്റെ റെസിപ്റ്റ് ലഭിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത്, അതിനുള്ള തെളിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഫീസിൻ്റെ റെസിപ്റ്റാണ്. ശരിയല്ലേ? അതിനെയാണ് എന്ത് പറയാം? വൗച്ചർ എന്ന് പറയാം. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകൾക്കും എന്തുണ്ടായിരിക്കണം? വൗച്ചർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടായിരിക്കണം, അല്ലേ? ഓക്കെ, അപ്പോൾ പറയൂ, നിങ്ങൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ, ഗുഡ്സ് മേടിച്ചു. വിൽക്കാൻ ആവശ്യമായ സാധനം ആദ്യം മേടിക്കണമല്ലോ, അല്ലേ? ഓക്കെ, അപ്പോൾ ഗുഡ്സ് മേടിക്കുമ്പോൾ അതിനെന്ത് വൗച്ചറാണ് ഉണ്ടാവുക? ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് ഉണ്ടാവുക. തെളിവായിട്ട് എന്ത് രേഖയാണ് കിട്ടുക? ഇങ്ങനൊരു ട്രാൻസാക്ഷൻ 50,000 രൂപക്ക് ഗുഡ്സ് മേടിച്ചു എന്ന് പറയുമ്പോൾ അതിനെന്ത് തെളിവാണ് ഉണ്ടാവുക? നിങ്ങൾക്ക് ഇൻവോയ്സ് ലഭിക്കും, അല്ലേ? ബില്ല് ലഭിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ സാധനങ്ങൾ മേടിക്കുമ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ബില്ല് എന്ന് പറയുന്നത് ആ സാധനം മേടിക്കുക എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ വൗച്ചറാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ പേയ്മെൻറ്റ് കിട്ടിയ സ്ഥാപനം നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് തരും, അല്ലേ? ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് നടത്തിയതിനുള്ള തെളിവ് റെസിപ്റ്റാണ്, അല്ലേ? അത്തരത്തിൽ ഓരോ ഇടപാടിനും അതിന് തെളിവായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള രേഖയെ നിങ്ങൾക്ക് എന്ത് പറയാം? വൗച്ചർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാ ട്രാൻസാക്ഷനും അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഉള്ള എവിഡൻസ് ആയിട്ട് എന്ത് വേണം? വൗച്ചർ വേണം. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷന് തെളിവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രേഖയെ നമ്മളെന്ത് പറയുന്നു? വൗച്ചർ എന്ന് പറയുന്നു. ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള 2 പദങ്ങളാണ്. ഒരു പക്ഷേ കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പദം തന്നെയാണ് ഡെപ്റ്ററും ക്രെഡിറ്ററും. ഡെപ്റ്റർ എന്ന് പറയുന്ന അസറ്റാണെന്ന് പറഞ്ഞു, അല്ലേ? ഓക്കെ, ആരാണ് ഡെപ്റ്റർ? കറൻറ്റ് അസറ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, ആരാണ് ഡെപ്റ്റർ എന്ന് പറയുന്നത്? ദ പേഴ്സൺ ഹൂ ഓസ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിന് ക്യാഷ് നൽകാനുള്ള ആൾക്കാരെ, സ്ഥാപനങ്ങളെ നമ്മളെന്ത് പറയുന്നു? ഡെപ്റ്റർ എന്ന് പറയുന്നു. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ കടാണല്ലേ? ഡെപ്റ്റർ, ക്യാഷ് കൊടുക്കാനുള്ള ആൾ. അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മറക്കാതെ എപ്പോഴും ഓർമ്മിക്കാൻ പറ്റും. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ കട അല്ലേ? അപ്പോൾ ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുക്കാനുള്ള ആൾ. അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിക്കുമ്പോൾ ബിസിനസ്സിന് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരെ ഡെപ്റ്റർ എന്ന് പറയുന്നു, അല്ലേ? ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഡെപ്റ്ററും ഉണ്ട്, എന്താണ്? ക്രെഡിറ്ററും ഉണ്ട്, അല്ലേ?
അപ്പോൾ ഡെപ്റ്റർ ക്യാഷ് കൊടുക്കാനുള്ള ആളാണെങ്കിൽ ക്രെഡിറ്റർ എന്താണ്? ക്യാഷ് കിട്ടാനുള്ള ആളാണ്. ദ പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓസ് മണി. അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദ പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓസ് മണി. ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നു. ബിസിനസ്സിന് ക്യാഷ് കൊടുക്കാനല്ല, ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരെ നമ്മളെന്ത് പറയുന്നു? ക്രെഡിറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുന്ന ആൾ, അയാൾ ക്യാഷ് കിട്ടാനുള്ള ആളാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഡെപ്റ്ററും ക്രെഡിറ്ററും നമ്മൾ ഈ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് പറയാം ബിസിനസ്സിന് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരെ ഡെപ്റ്റർ എന്നും ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരെ ക്രെഡിറ്ററും എന്ന് പറയുന്നു. ജനറലായിട്ട് പറയുമ്പോൾ ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാരെ ഡെപ്റ്റർ എന്നും ക്യാഷ് കിട്ടാനുള്ള ആൾക്കാരെ ക്രെഡിറ്റർ എന്നും പറയുന്നു. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് വൺ വേർഡ് ചോദ്യങ്ങൾ പലപ്പോഴും ചോദ്യപേപ്പറിൽ കാണാൻ പറ്റും. പബ്ലിക് പരീക്ഷയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെപ്റ്ററും ക്രെഡിറ്ററും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഡെപ്റ്റർ കടം കൊടുക്കാനുള്ള ആൾ, ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടാനുള്ള ആൾ. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു സാമ്പിൾ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? ഓക്കെ. അപ്പോൾ താഴെ ചില ഇടപാട് കൊടുത്തിട്ടുണ്ട്. ആ ഇടപാടിലെ ഡെപ്റ്ററെയും ക്രെഡിറ്ററെയും കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഐഡൻറ്റിഫൈ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. അപ്പോൾ താഴെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്. ആ ഇടപാടിൽ ആരാണ് ഡെപ്റ്റർ, ആരാണ് ക്രെഡിറ്റർ എന്ന് നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമുക്ക് ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ. സോമൻ എന്ന് പറയുന്നൊരു വ്യക്തി സോൾഡ് ഗുഡ്സ്, സാധനങ്ങൾ വിറ്റു. വർത്ത് എന്ന് പറയുമ്പോൾ മൂല്യമുള്ള, എത്ര വിലയുള്ള? 20,000 രൂപ വിലയുള്ള സാധനങ്ങൾ വിറ്റു. ആർക്ക് വിറ്റു? രമേശിന് വിറ്റു. ഓൺ ക്രെഡിറ്റ്, കടത്തിന് വിറ്റു. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സോമൻ എന്ന് പറയുന്ന വ്യക്തി സാധനങ്ങൾ 20,000 രൂപ വിലയുള്ള സാധനങ്ങൾ രമേശിന് കടത്തിന് വിറ്റു. ഒരു ഇടപാടാണ് അല്ലേ? കടത്തിലുള്ള ഇടപാടാണ്, ക്യാഷിൻ്റെ ഇടപാടല്ല, കടമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആരാണ് ഡെപ്റ്റർ, ആരാണ് ക്രെഡിറ്റർ? ഈ ഇടപാട് നടക്കുന്നതോടുകൂടി ഇതിൽ സോമനും രമേശും എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണല്ലോ, രണ്ട് എൻറ്റിറ്റി തമ്മിലുള്ള ഇടപാടാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ രണ്ട് വ്യക്തികളിൽ ഒരാൾ ഡെപ്റ്ററും ആവുന്നുണ്ട്, ഒരാൾ ക്രെഡിറ്ററും ആവുന്നുണ്ട് അല്ലേ? ഒരാൾ ക്യാഷ് കിട്ടാനുള്ള ആളാവുന്നുണ്ട്, വേറൊരാൾ ക്യാഷ് കൊടുക്കാനുള്ള ആളും ആവുന്നുണ്ട് അല്ലേ? ക്യാഷ് കൊടുക്കാനുള്ള ആളെ നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നു, ക്യാഷ് കിട്ടാനുള്ള ആളെ ക്രെഡിറ്ററും എന്ന് പറയുന്നു. ഓക്കെ. ഇതിലാരാണ് ക്യാഷ് കൊടുക്കാനുള്ള ആൾ? സോമൻ സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സോമൻ സാധനം വിറ്റു. ആർക്ക് വിറ്റു? രമേശ്. അപ്പോൾ രമേശാണ് സാധനം മേടിച്ചത് അല്ലേ? കടത്തിന്. അപ്പോൾ കടം കൊടുക്കാനുള്ള ആളാരാണ്? രമേശ് അല്ലേ? അപ്പോൾ ഡെപ്റ്റർ ആരാണ്? രമേശ് അല്ലേ? ഓക്കെ. ഈ സാധനം കടത്തിന് വിറ്റപ്പോൾ ക്യാഷ് കിട്ടാനുള്ള ആളാരാണ്? ക്യാഷ് കിട്ടാനുള്ള ആരാണ്? യെസ്, സോമനാണ്. സോമനാണ് കടത്തിന് വിറ്റത് അല്ലേ? അപ്പോൾ ക്യാഷ് കിട്ടേണ്ട ആളാരാണ്? സോമനാണ്. അപ്പോൾ സോമനായിരിക്കും എന്ത്? ക്രെഡിറ്റർ. സോ ഡെപ്റ്റർ രമേശും ക്രെഡിറ്റർ സോമനും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇടപാടിൽ സോമൻ എന്ന് പറയുന്ന ആൾ രമേശിന് കടത്തിന് സാധനം വിറ്റു അല്ലേ? അപ്പോൾ രമേശാണ് സാധനം മേടിച്ചത്. അപ്പോൾ സാധനം മേടിച്ച രമേശാണ് കടക്കാരൻ, കടം കൊടുക്കേണ്ട ആൾ. സോമൻ കടത്തിന് വിറ്റ സോമനാണ് കടം കിട്ടേണ്ട ആൾ അല്ലേ? ഓക്കെ. കടം കൊടുക്കേണ്ട ആൾ ഡെപ്റ്ററും കടം കിട്ടേണ്ട ആൾ ക്രെഡിറ്ററും. അപ്പോൾ ഡെപ്റ്റർ രമേശും ക്രെഡിറ്റർ സോമൻ. ഓക്കെ. അടുത്ത ഒരു ഇടപാട് നോക്കാം. സതീഷ് ടുക്ക് എ ലോൺ ഓഫ് ₹40,000 ഫ്രം SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സതീഷ് എന്ന് പറയുന്ന ഒരാൾ എടുത്തു. എന്തെടുത്തു? ലോൺ എടുത്തു. എത്ര രൂപ? 40,000 രൂപ. എവിടുന്ന്? SBI നിന്ന്. അപ്പോൾ ഇവിടെ രണ്ട് എൻറ്റിറ്റി എന്ന് പറയുന്നത് സതീഷ് എന്ന വ്യക്തിയും SBI എന്ന് പറയുന്ന സ്ഥാപനം ബാങ്കുമാണ് അല്ലേ? ഓക്കെ. ഇവർ തമ്മിലുള്ള ഇടപാടാണ്. എന്താ ഇടപാട് നടന്നത്? സതീഷ് സാധനമൊന്നും വിറ്റിട്ടില്ല, പക്ഷെ സതീഷ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു, ലോൺ എടുത്തു. ഫൈൻ. അപ്പോൾ ലോൺ എടുത്തപ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ട ആളാരാണ്? കടക്കാരൻ ആരാണ്? അത് സംശയമില്ല, സതീഷാണ് ലോൺ എടുത്തത്. അപ്പോൾ സതീഷാണ് തിരിച്ചു കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ സതീഷാണ് ഡെപ്റ്റർ. ഇനി ക്യാഷ് കിട്ടാനുള്ള ആളാരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്ത്? ക്രെഡിറ്റർ.
ക്ലിയർ? സോ ഡെപ്റ്റർ സതീഷും ക്രെഡിറ്റർ SBIയും. അപ്പോൾ സിംപ്ലി ക്യാഷ് കൊടുക്കാനുള്ള ആൾ ഡെപ്റ്ററും ക്യാഷ് കിട്ടാനുള്ള ആൾ ക്രെഡിറ്ററും. ഐ തിങ്ക് ദ ഐഡിയ ഈസ് ക്ലിയർ. ഓക്കെ. ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളെ സ്ഥാപനത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആൾക്കാർ ഡെപ്റ്ററും ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാർ ക്രെഡിറ്ററും. അപ്പോൾ ബിസിനസ്സിന് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആൾക്കാരായതുകൊണ്ടാണ് അത് നമ്മളതിനെ അസറ്റായിട്ട് കാണിക്കുന്നത്. ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള ആൾക്കാർ ക്രെഡിറ്ററെ നമ്മൾ ലയബിലിറ്റി ആയിട്ടും കാണിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ 4 പദങ്ങളാണ് നിങ്ങളിന്ന് പഠിച്ചത്. ഗെയിൻ, പിന്നെ വൗച്ചർ, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഈ 4 ടേംസും നിങ്ങൾക്ക് ശരിയായ രൂപത്തിൽ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ചില ടേംസുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം മീ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.